അടച്ചുപൂട്ടിയിട്ട് എംബസി വഴി ടൂറിസം പ്രൊമോട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. എംബസിയിലുള്ളവരുടെ കാര്യം എന്താ? അവർക്ക് അത് തന്നെ ചെയ്യാനുള്ള സമയവുമില്ല, അവർക്കൊരു താല്പര്യവുമില്ല. ഇത് ഇൻ്റർനാഷണൽ സംഭവിച്ചുകൊണ്ടെങ്കിൽ നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നിയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്. കേരളത്തിൻ്റെ പ്രസൻസും നമ്മൾ ചില കാര്യങ്ങൾ കേരളം എപ്പോഴും ഒന്നാമതാണ് പറഞ്ഞ് നമുക്ക് തോന്നുകയാണ് ഇനി നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുകയാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. ഞാനതിനെ കൂടുതലായി എന്ന് ഞാൻ പറയുന്നില്ല, അത് തുടങ്ങിയിരിക്കുന്നു എന്ന് സാറിന് അറിയാവുന്നതാണ്. സാറിൻ്റെ കാലത്തൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതാണ്. അത് ഈ അടുത്തിടയ്ക്കായിട്ട് അത് എത്രയും വേണമോ എന്നൊരു ചിന്ത ഒരു പക്ഷേ ഈ മാർക്കറ്റിങ്ങിന് പൈസ മാറ്റി വയ്ക്കും, പണമില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും പൈസ മാർക്കറ്റിങ്ങിന് മാറ്റി വെക്കണമോ എന്നുള്ള സംശയത്തിൻ്റെ പേരിലാകാം, പൈസ ഇല്ലാത്തതുകൊണ്ടും ആകാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത്ര ശതമാനം വേണ്ടി മാറ്റി വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഫിനോമിനൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാര്യം, വിസിബിലിറ്റി എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതിനി നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിലും ബിസിനസ് ഇല്ലെങ്കിലും കോവിഡ് ആണെങ്കിലും മഹാമാരി ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കൂടുതൽ പറ്റുമെങ്കിൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞത്. ഇനി ഈ ടൂറിസത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇൻ്റർനാഷണൽ ടൂറിസത്തെ കുറിച്ച് മാത്രം പറയുന്നത് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല. ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നതിൽ തന്നെ 2 ഡൊമസ്റ്റിക് ടൂറിസം ഉണ്ട്. ഒന്ന് നമ്മുടെ സംസ്ഥാനത്തോട്ട് ഡൊമസ്റ്റിക് ടൂറിസം, അത് നമ്മൾ വളർത്തണമെന്ന് പറയാനൊരു കാരണമുണ്ട്. ഇപ്പം ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്തിനാണ് നമുക്ക് നമ്മുടെ പൈസ കേട്ട് വട്ടത്തിൽ കിടക്കണം? എന്തിനാ നമുക്ക് മറ്റ് സംസ്ഥാനത്തു നിന്ന് പൈസ വരണം, വിദേശത്ത് നിന്ന് വരണം, അതല്ലേ വേണ്ടത്? അതും ആവശ്യമാണ്. ഞാൻ അതിലേക്ക് വരാം, സമയമുണ്ടെങ്കിൽ അതിലേക്ക് വരാം. എന്തുകൊണ്ട് കേരളത്തിലുള്ള ആളുകൾ കേരളം കാണണം? നിങ്ങൾക്കറിയോ എത്ര പേര് ഈ തിരുവനന്തപുരത്തുള്ള എത്ര പേര് വയനാട് കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെന്നറിയോ? എത്ര ആളുകൾ മൂന്നാർ കണ്ടിട്ടുള്ള ആളുകൾ പറഞ്ഞ് വിശ്വസിക്കില്ല, സത്യാവസ്ഥയാണ്. അപ്പം ഞാനത് പറയാൻ കാരണം ഈ നാട് കാണാതെ സമയം ചെലവഴിക്കുന്നതിന് പകരം അവരെവിടെയെങ്കിലും പോകണ്ടേ? നമ്മുടെ നാട്ടിൽ കൂടെ അറിയില്ലെങ്കിൽ, അങ്ങനെ മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ, പോകണമെന്ന് തോന്നിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അടുത്ത സംസ്ഥാനത്ത് പോവും, അല്ലെങ്കിൽ അടുത്ത രാജ്യത്ത് പോവും, ശ്രീലങ്കയിൽ പോവും, അല്ലെങ്കിൽ തായ്ലൻഡിൽ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതേ സമയത്ത് ഇവിടെ ഈ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഈ ഇൻറ്റേർണൽ സംസ്ഥാനത്തിൻ്റെ ടൂറിസം വേണമെന്ന് പറയുന്നത്. രണ്ടാമത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ നമുക്ക് പ്രയോജനം എന്തെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ ഇഷ്യൂസ്, കോവിഡ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ചില പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ, കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത് അതാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസം, നമ്മുടെ സംസ്ഥാനത്തെ ഇൻ്റർണൽ ടൂറിസം, പിന്നെ ഇൻ്റർനാഷണൽ ടൂറിസം. ഇൻ്റർനാഷണൽ ടൂറിസത്തിന് ഒരിക്കലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, നമ്മൾ മാറ്റി വയ്ക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഒന്ന് കേരളമാണ്. അതിനൊന്നും സംശയമില്ല. അതിനെ എല്ലാ ഗവൺമെൻറ്റിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ പോയിന്റ്, ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി പണം മുടക്കി ആ വിസിബിലിറ്റി നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് എക്സിബിഷൻസിൽ പങ്കെടുക്കുക. അതിൽ B2B ആൻഡ് B2C ഉണ്ട്. ഞാൻ അതുപോലെ പറയുകയാണ്. നമ്മളെല്ലാം പങ്കെടുക്കുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് പങ്കെടുക്കുന്നത് എല്ലാം B2Bയിലാണ് പങ്കെടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആരും പറയാത്തൊരു കാര്യവും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. B2B എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ടു ബിസിനസ് ആണ്. ബിസിനസ് ടു ബിസിനസ് മീറ്റിങ്ങുകളിലും ബിസിനസ് ടു ബിസിനസ് എക്സിബിഷൻസിലും നമ്മൾ പങ്കെടുക്കുന്നു. B2C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമറാണ്. ബിസിനസ് ടു കൺസ്യൂമറിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കേരളം മറ്റൊരു സംസ്ഥാനമാണെന്ന് വിചാരിക്കുക. മറ്റൊരു സംസ്ഥാനത്ത് പോയി അവിടെ പോയി നമ്മുടെ റോഡ് ഷോസ് നടത്തുന്നുണ്ട്. അത് വെറുതെ ആ റോഡ് ഷോസ് നടത്തുന്നതും B2Bക്ക് വേണ്ടിയിട്ടാണ്. മറിച്ച് കേരളം മറ്റൊരു സംസ്ഥാനത്ത് പോയി അവിടെ ഒരു കേരളത്തിനെ നമുക്ക് പറ്റുന്ന നമ്മുടെ ബഡ്ജറ്റ് വെച്ച് അവിടെ കേരളത്തിനെ അവതരിപ്പിച്ച് അവിടെ കേരളത്തിൻ്റെ പ്രസ് മീറ്റ് നടത്തി. ഞാൻ പറയുകയാണ്, ഞാൻ പല മീറ്റിങ്ങുകളും പറയാറുണ്ട്. KTM കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ ഞാൻ 3 ടൈം പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങൾ ചില സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്, ഉദ്ദേശികൾക്ക് എല്ലാവരും നടത്താനും പറ്റിയിട്ടില്ല. ഞാൻ പറയും, എല്ലാ സംസ്ഥാനത്തിലും കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി അല്ലെങ്കിൽ ടൂറിസം സെക്രട്ടറി, പറ്റുമെങ്കിൽ ടൂറിസം മന്ത്രി തന്നെ പോയിട്ട് പ്രസ് മീറ്റും അതിനോടനുബന്ധിച്ച് ഒരു കേരള ഡേയും, പറ്റുമെങ്കിൽ 3 ദിവസത്തെ കേരള ഡേ അല്ലെങ്കിൽ 1 ദിവസത്തെങ്കിലും കേരള ഡേ നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അവിടുത്തെ ലോക്കൽ പത്രങ്ങളുടെ വാർത്ത വരികയുള്ളൂ, ലോക്കൽ മീഡിയകൾ വാർത്ത വരികയുള്ളൂ, നമ്മൾ സസ്റ്റൈനബിൾ ആകുകയുള്ളൂ. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തെ കാര്യം ഇതുപോലെ മറ്റ് രാജ്യങ്ങളിലും ചെയ്യണം. ഇതിനാണ് ഞാൻ പണം വേണമെന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഞാനൊരിക്കൽ പറഞ്ഞ സമയം കൂടിപ്പോൾ എന്നെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം കേട്ടോ. ഞാനൊരിക്കൽ ഫ്ലൈറ്റിൽ പോയപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൽ ഒരു മാഗസിനിൽ ഹെഡിങ് ആയുർവേദ. ഞാൻ വലിയ കാര്യമായിട്ട് വിചാരിച്ചു, ഇതിനകത്ത് സോമരത്തെ പറ്റി എന്ത് എഴുതുണ്ടാവും, അല്ലെങ്കിൽ കേരളത്തെ പറ്റി എന്ത് എഴുതുന്നുണ്ട്, വല്ല കാര്യമായിട്ട് മറിച്ച് നോക്കുക. അതിൻ്റെ ഹെഡിങ് തന്നെ ആയുർവേദമാണ് ആ മാഗസിൻ്റെ. ഫ്ലൈറ്റിലിട്ടിരിക്കുക.
നോക്കിയപ്പോൾ എന്താണ് മുഴുവൻ ശ്രീലങ്കയെക്കുറിച്ചിട്ട്, അവരുടെ ആയുർവേദത്തെക്കുറിച്ചിട്ട് അവർ പറഞ്ഞ് വന്നിരിക്കുന്നത് ആയുർവേദം ഒറിജിനേറ്റ് ചെയ്ത് ശ്രീലങ്കയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം കേരളത്തിലല്ല, ഇന്ത്യയിലും അല്ല. അപ്പോൾ അന്വേഷിച്ചത് എന്താ പറയുക, ആ മാഗസിന് ആ ശ്രീലങ്കൻ ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ മാർക്കറ്റിന് വേണ്ടി പൈസ മുടക്കണം എന്ന് പറയുന്നത് എക്സിബിഷൻ പങ്കെടുക്കാനും ഇതുപോലെയുള്ള പ്രൊമോഷൻസ് ആവശ്യമാണ്. അങ്ങനെയൊക്കെയാണ് ആൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് വേണം. ഈവൻ ഗൂഗിൾ ആഡ് പോലും ചെയ്യണമെന്ന് ഞാൻ പറയും. നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ആളുകൾ ഉണ്ടാവും, പ്ലാനിംഗ് ബോർഡിൻ്റെ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുകയാണെങ്കിൽ കേരളം ഗൂഗിൾ ആഡ് വരെ ചെയ്യണം. അതിനുവേണ്ടി പണം മാറ്റി വെക്കണം. സോറി, ആ ഇഷ്യൂ അവിടെ തീരുകയാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് മാത്രം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ടൈപ്സ് ഓഫ് ടൂറിസ്റ്റുകൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരം ടൈപ്പ് ഓഫ് ടൂറിസം എന്ന് പറഞ്ഞാൽ ജനറേഷൻ അനുസരിച്ച് മാറുന്നു, ഏജ് അനുസരിച്ച് മാറുന്നു, രാജ്യമനുസരിച്ച് മാറുന്നു. ഈ 3 തരം കാര്യങ്ങളുണ്ട്. ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലെ ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്ന കാര്യം, ഇൻ്റർനാഷണൽ കണ്ടുവരുന്ന കാര്യം, അവസാനം മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു സംസ്ഥാനം ആ ടൂറിസം കൊണ്ട് റെസ്പോൺസിബിൾ ആ ടൂറിസമാണ് നടത്തുന്നതെങ്കിൽ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡീറ്റെയിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, രമേഷ് കുമാർ പറഞ്ഞോട്ടെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വേറെ സംസ്ഥാനത്തിൽ വേറെ ആയിട്ട് പോകുകയാണെങ്കിൽ അവിടെ സേഫ്റ്റി നിങ്ങൾ ആരും പോകുമോ? എനിക്ക് ഒത്തിരി ഉദാഹരണമുണ്ട്. ഞാൻ ക്യാൻസൽ ചെയ്ത് എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് തന്നെ ഉച്ചം വരുമെന്ന് പേടിച്ചിട്ട് പോയില്ല. രാജ്യമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നതായിരിക്കും ഫൈനലി സസ്റ്റൈനബിളായിട്ട് വരുന്നത്. അത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസമാണ്. അത് രമേഷ് കുമാർ പറയും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ പലതരം ടൂറിസ്റ്റുകൾ പല ഏജിലുള്ളവരും പല രാജ്യത്തുള്ളവരും പല ടേസ്റ്റുള്ളവരും ഉണ്ട്. അവർക്കെല്ലാം പറ്റിയൊരു സ്ഥലമാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാത്തരം ടൂറിസ്റ്റുകൾക്കും പറ്റിയ, പോസിറ്റീവായിട്ടുള്ള എല്ലാത്തരം ടൂറിസ്റ്റുകൾക്കും പറ്റിയ സ്ഥലമാണ് കേരളം. പിന്നെ മറ്റൊരു കാര്യം, 365 ദിവസവും ടൂറിസം നടത്താൻ പറ്റിയ സ്ഥലം ലോകത്ത് ചുരുക്കം ചില സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് കേരളം. ഒരുപക്ഷെ ഞാനൊക്കെ പറയുകയാണെങ്കിൽ പറയും കേരളം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞങ്ങൾ മാർക്കറ്റിംഗ് പറയും ദിസ് ഇസ് ദ ഓൺലി പ്ലേസ് ഇൻ ദ വേൾഡ്, ദാറ്റ്സ് വൈ വി കോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യു കം ടു കേരള അതിന് കുറച്ച് റീസൺസോടെ പറയും. ആ ഒരു വലിയ അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. ഞാൻ ഇനി ഒത്തിരി പറയുന്നില്ല. ഓക്കെ, 1-2 കാര്യം പറഞ്ഞ് തീർത്തിക്കോളാം. ഒന്ന്, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ ടച്ച് ചെയ്ത പോയ കാര്യമാണ്. അത് ഞാൻ പറയുവാണ്, ഈ പണം മുടക്കണമെന്ന് പറഞ്ഞത് എന്നും ഞങ്ങൾ സംസാരിക്കുന്ന കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ആ ഫിനിഷിംഗ് പോയിന്റ് ചെന്നപ്പോൾ അവിടെ എനിക്ക് ഹൗസ് ബോട്ട് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പണ്ട് പോയതും ഇപ്പോഴും പോയതും, പണ്ടത് ഒത്തിരി ആൾ മുമ്പല്ല, ഇപ്പോൾ സിറ്റുവേഷൻ കണ്ടാൽ സങ്കടം വന്നുപോയി. കാരണം ഞാൻ ടൂറിസത്തിൻ്റെ ഈ മറ്റ് വേസ്റ്റ് മാനേജ് കാര്യങ്ങളിൽ ഇൻവോൾവ് പ്രവർത്തിക്കുന്ന ആളായിട്ട് പറയുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്, ആ നടന്നു പോകുന്ന വഴി മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നുണ്ട്, പക്ഷേ സസ്റ്റൈനബിളായിട്ട് നിലനിർത്താൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കാറില്ല. അതിനും പണം വേണം, അതിന് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, അതിന് ആളുകൾ വേണം, ചെയ്യണം. ഞാൻ അവസാനത്തെ പോയിന്റോട് 2 പോയിന്റോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിലൊന്നാണ് ഈ സേഫ്റ്റി. യാത്ര ചെയ്യുന്ന ആളുകൾ എവിടെ സ്ഥലത്ത് പോകണമെങ്കിൽ സേഫ്റ്റി ഒരു പ്രശ്നമാണ്. അതിന് ലോ ആൻഡ് ഓർഡർ, ത്രൂ ലോ ആൻഡ് ഓർഡർ എന്ന് ആരെയും ബലമായിട്ട് ചെയ്യണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നോക്കേണ്ട കാര്യങ്ങൾ നോക്കണം. ഡൈല്യൂട്ട് ചെയ്യപ്പെടാത്ത ആയുർവേദം ഡൈല്യൂട്ട് ചെയ്യപ്പെടാൻ പാടില്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് കേരളത്തിൻ്റെ. ലോകം മുഴുവൻ ആയുർവേദം കേരളം എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഡൈല്യൂട്ട് ചെയ്യപ്പെടാൻ പാടില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ ലോ ആൻഡ് ഓർഡറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു പക്ഷേ ഇപ്പോൾ ടൂറിസം പോലീസ്, പണ്ടൊക്കെ കോവളത്തൊക്കെ ഇഷ്ടംപോലെ ടൂറിസം പോലീസിനെ കാണാമായിരുന്നു. ഇപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് ടൂറിസം പോലീസൊന്നും പഴയൊന്നും കാണാറില്ല. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് മാൻ പവർ വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, മാൻ പവർ വേണമെങ്കിൽ മാൻ പവർ വേണം, മെഷീനറി വേണമെങ്കിൽ മെഷീനറി വേണം, എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വേണമെന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് പോളിസിയെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതിൽ ഒരു കാര്യം മാത്രം, എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, നേരിട്ട് കണ്ടുകൊണ്ട് മാത്രം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ പോയി. ഒരാളുടെ തോട്ടത്തിൽ കൂടെ, സ്പൈസസ് തോട്ടത്തിൽ കൂടെ നടന്നു പോവുക. അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ ഒരു കണ്ടം പോലെ, ഇങ്ങനെ കണ്ടമല്ല, കരഭൂമിയാട്ടോ, പുരയിടാട്ടോ, മല ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലം, ഇതെന്താ ഇങ്ങനെ ഉണങ്ങി കിടക്കണേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇത് ഇഞ്ചിയാണ്. അദ്ദേഹം പറയാം ഇത് ഇഞ്ചിയാണ്. അതിന്ന് ഇഞ്ചി എന്താ പറിക്കാത്തത്? കാരണം ഞാനൊക്കെ ഇഞ്ചി കൃഷിക്ക് പോയിട്ടുള്ള ആളാണ്. ഞാൻ കോതവളംകാരനാണ്, ഞാൻ കൃഷി ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതെന്താ ഇത് അങ്ങനെ പറയുകയാണ്. അപ്പോൾ പുള്ളി പറയുകയാണ്, ഇഞ്ചി കൃഷി നടത്തി മുടിഞ്ഞ ആളുടെ കഥ എന്നോട് പറയുകയാണ്. അപ്പോൾ ഈ ഇഞ്ചി പറിച്ചിട്ട് കാര്യമെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു വന്ന് പോയിട്ട് വേറെ ഒന്നുമല്ല, പ്ലാന്റേഷൻ ടൂറിസത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ഗവൺമെൻറ് വളരെയധികം ചർച്ചകൾ നടത്തി,
വളരെയധികം എതിർപ്പുകൾ നേരിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും പോരാ എന്ന് എനിക്ക് തോന്നിയാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പാഡി ഫീൽഡ്സ്, ഞാൻ കുമരകത്തോടൊക്കെ പോകുന്നതാണ്. പാഡി ഫീൽഡ്സ് അവിടെ വെറുതെ ഒരു കൃഷിയില്ലാതെ കിടക്കുകയാണ്. നമ്മുടെ ഈ ഗവൺമെൻറ് ആദ്യം വന്നപ്പോൾ കൃഷിമന്ത്രി ഉൾപ്പെടെ കൃഷി ചെയ്യാൻ പോയൊക്കെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടത് മുന്നോട്ട് പോകുന്നില്ല? കാരണം കൃഷിയിൽ നിന്നുള്ള വരുമാനമില്ല. അതിനൊരു പരിഹാരമുണ്ട്, പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് കൃഷിയോടൊപ്പം തന്നെ ടൂറിസവും കൂടെ. ഇപ്പോൾ പാഡി ഫീൽഡിൽ പില്ലർ നിർത്തിക്കൊണ്ട് പാഡിയെ നഷ്ടപ്പെടുത്താതെ തന്നെ ടൂറിസവും ചെയ്യാം, കൃഷിയും ചെയ്യാം. ഒരു നിയമം വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇവിടെ ടൂറിസം നടത്തണമെങ്കിൽ ഇവിടെ കൃഷി ചെയ്തിരിക്കണം. അതുപോലെ പ്ലാന്റേഷൻസിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 10%, 5%, 10% ഉള്ളൂ. 5% സ്ഥലത്തിൻ്റെ 10% മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ചില ആളുകളെ കണക്ക് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പറയുകയാണ്. അത്രയ്ക്കോ, അതൊന്നും പോരാ. വെറുതെ കിടക്കുകയല്ലേ, എന്ത് കൃഷിയാണ്, എന്ത് ലാഭം. എനിക്ക് ഏലത്തോട്ടമുണ്ട്, ചെറിയ ഏലത്തോട്ടമുണ്ട്. എനിക്ക് നഷ്ടമായിട്ട് ഒരാളെ ഏൽപ്പിച്ച് അയാൾ നിർത്താൻ പോവുകയാണ്. വല്ലപ്പോഴും വില കിട്ടും. ചുരുക്കി ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ പോളിസിപരമായ കാര്യങ്ങളാണ്. ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒത്തിരി പോളിസിപരമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്തിടയ്ക്ക് കാര്യത്തിൽ ഞാൻ കടക്കുന്നില്ല. ഇനി അതൊന്നും വിവാദമായിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഒത്തിരി നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലാന്റേഷനിൽ ധാരാളം ആളുകൾക്ക് ജോലി കിട്ടുന്ന, കേരളത്തിൽ അഗ്രികൾച്ചർ വിലയില്ലാത്ത, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും ചുരുക്കം ചില പ്രോഡക്ട്സിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുകൊണ്ടും പറഞ്ഞല്ല. എല്ലാവർക്കും നന്ദി. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ താങ്ക്സ് പറയുന്നു. ഞാൻ സമയം കൂടി എടുത്തില്ല എന്ന് വിചാരിക്കും. താങ്ക് യു വെരി മച്ച്. രൂപേഷ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഈ സെഷൻ്റെ അധ്യക്ഷൻ ശ്രീ കടകംപള്ളി സാർ, അദ്ദേഹം കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിന് നേതൃത്വം കൊടുത്തയാളാണ് എന്നത് നന്ദിയോടെ ഞാൻ വീണ്ടും ഓർക്കുകയാണ്. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം മൂവ്മെൻറ്റിനെ മിഷനായി രൂപപ്പെടുത്തുന്നതിൽ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് നിലപാടെടുത്തയാളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അധ്യക്ഷനായ ഒരു വേദിയിൽ ഈ പേപ്പറിൻ്റെ ഭാഗമായി സംസാരിക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ വിശദമായി, എൻ്റെ കയ്യിൽ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, അതൊന്നും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ നേരത്തെ വിഷൻ 2031 പ്രോഗ്രാമിൽ നമ്മളെല്ലാവരും ചേർന്നവരാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രമുഖൻ വിഷൻ 2031 നടത്തേണ്ടതില്ലായിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയത് വായിച്ചിട്ടാണ് വരുന്നത്. അത് ഹയാത്തിൽ നടത്തേണ്ടതായിരുന്നോ ഇപ്പോഴായിരുന്നോ നടത്തേണ്ടത് എന്നൊക്കെയുള്ള വളരെ വലിയ ചർച്ചകൾ എത്തിയിട്ടുണ്ട്. വിഷൻ 2031 എന്നത് കഴിഞ്ഞ കുറേ നാളായി കേരളത്തിൽ, ഏതാണ്ട് ഒരു വർഷക്കാലമായി കേരളം ചർച്ച ചെയ്യുകയും 2031 ടൂറിസം മാത്രമല്ല, കേരളം എങ്ങനെയാവണമെന്നതിൻ്റെ അജണ്ട രൂപീകരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ വേദിയിൽ ഞാൻ ഏതാണ്ട് 4-മത്തെയോ 5-മത്തെയോ തവണയാണ് ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ ചർച്ചാവേദിയിൽ ഞാനും നജീബ് സാറും വേണു സാറും ശ്രീ ബേബി മാത്യു സോമതിരിവും അങ്ങനെ ഞങ്ങൾ വേദിയിൽ 4-5 ആളുകളും സദസ്സിൽ 4-5 പേരും കൂടി ഇരുന്ന് വട്ടത്തിൽ ഇരുന്നൊരു ചർച്ചയായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ കുറേ ആളുകളെ പരിചിതരായ ആളുകളുണ്ട്. അവരെല്ലാം പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം കൂടിയാണ് എന്നറിയുന്നതിൽ, അക്കാദമിക് മേഖലയിൽ നിന്ന് വരുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ, സ്ത്രീ ശാക്തീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ, അതിലെല്ലാം അതിയായ സന്തോഷമുണ്ട്. കാരണം കേരളത്തിൻ്റെ ടൂറിസം മേഖല ജനകീയവൽക്കരിക്കപ്പെടണമെന്ന വിശാലമായ കാഴ്ചപ്പാട് അതിൻ്റേതായ അർത്ഥത്തിൽ കഴിഞ്ഞ 18-20 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് പ്രായോഗികവൽക്കരിക്കപ്പെടുകയാണ്. ഈ വിഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റ് നോട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് നോട്ട് വായിച്ചതിന് ശേഷം ഇതിലെ പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, കേരള ടൂറിസത്തിൻ്റെ പോളിസി മാറുകയാണോ, ഉത്തരവാദിത്ത ടൂറിസം മാറി, റെസ്പോൺസിബിൾ ടൂറിസം മാറി, റീജനറേറ്റീവ് ടൂറിസം എന്ന പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് പോവുകയാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ആ പോളിസിയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, റെസ്പോൺസിബിൾ ടൂറിസം എന്ന പോളിസി മാറുകയല്ല. നമ്മുടെ വിഷൻ്റെ ഭാഗമായി ഗവൺമെൻറ് ആഗ്രഹിച്ച ഒരു കാര്യം ഇവിടെ വളരെ ഗൗരവമായി
അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. റെസ്പോൺസിബിൾ ആൻഡ് റീജനറേറ്റീവ് എന്ന റീബ്രാൻഡിങ് എക്സസൈസിലേക്ക് പോവുകയാണ്. റെസ്പോൺസിബിൾ ടൂറിസം ഇല്ലാതെ റീജനറേറ്റീവ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനാവില്ല. കാരണം റെസ്പോൺസിബിൾ ടൂറിസം ഒരുക്കുന്ന തലത്തിൽ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ വൺ ഓഫ് ദ ബ്രാഞ്ചായി ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് റീജനറേറ്റീവ് ടൂറിസം. അപ്പോൾ ഒട്ടേറെ പേർ എന്നെ വിളിച്ച് ചോദിച്ചതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇവിടെ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. പോളിസി മാറുകയല്ല. നാളെ ചിലപ്പോൾ തലക്കെട്ട് വരാൻ പോകുന്നത് മറിച്ചാവാം. വളരെ ശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ ഇതിൻ്റെ ഒരു സ്ഥലമായി കേരളം മാറുമ്പോൾ തലക്കെട്ട് നേരെ തിരിച്ചായിരിക്കും വരാൻ സാധ്യത എന്നതുകൊണ്ട് വിഷയാവതാരകൻ പകുതിയായപ്പോഴാണ് ഞാൻ എത്തിയത്. വേറൊരു മീഡിയ ഡിസ്കഷനിലായിരുന്നു ഞാനും ശ്രീമതി ശാലിനിയും. അതുകൊണ്ട് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വിഷയാവതരണം പൂർത്തിയാകുമ്പോൾ അത് വ്യക്തമാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു പോളിസി ചേഞ്ച് അല്ല, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള സമീപനമാണ്. റെസ്പോൺസിബിൾ ടൂറിസത്തിൽ നിന്ന് റെസ്പോൺസിബിൾ ടൂറിസം എന്ന കാഴ്ചപ്പാടിൻ്റെ വിശാലമായ തലത്തിൽ നിന്നുകൊണ്ട് റീജനറേറ്റീവ് എന്ന പുതിയ ആശയത്തെ കൂടി അഡോപ്റ്റ് ചെയ്യുക എന്നതാണ് നിലപാട്. ആനയോളം വളർന്നു നിൽക്കുന്ന കേരളത്തിന് റെസ്പോൺസിബിൾ ടൂറിസത്തിൽ അണ്ണാനാവാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ തിരിഞ്ഞു നടക്കുക എന്നതല്ല അതിൻ്റെ ഉദ്ദേശം. വിശാലമായി അതിനെ വളർത്തിയെടുക്കുക എന്നതാണ് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഈ വേദിയിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനം ഇൻഡസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ വളരെ വിശാലാർത്ഥത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഞാൻ 2008 കാര്യം ഓർക്കുകയാണ്. 2007 ബെറ്റർ ടുഗദർ വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തെക്കുറിച്ച് കോടിയേരി സംസാരിക്കുമ്പോൾ ഇത് കേരളത്തെ നശിപ്പിച്ചു കളയുമെന്ന് ആശങ്കപ്പെട്ട ആളുകൾ ടൂറിസത്തിലുണ്ടായിരുന്നു. അവരെല്ലാം റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ പ്രചാരകരായി മാറി. ഇത് റെസ്പോൺസിബിൾ ടൂറിസത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാനുള്ള വേദിയല്ലെന്നറിയാം. പക്ഷേ കേരള ടൂറിസത്തിൻ്റെ പോളിസി എന്നുള്ള നിലയിലാണ് ഞാനതിൽ ഊന്നിയെന്നുകൊണ്ട് പറയുന്നത്. റെസ്പോൺസിബിൾ ടൂറിസം എന്നത് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി മാത്രം നടപ്പാക്കുന്ന ഒന്നല്ല. KTAയിൽ പറയുന്ന ഡിസൈൻ പോളിസിയും കേരള ടൂറിസം ഡെവലപ്പ് ചെയ്ത ഡിസൈൻ പോളിസിയും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ഇനി മുന്നോട്ട് പോകുന്ന പ്രവർത്തനവും അങ്ങനെ തന്നെയാവും. അന്ന് ആ വേദിയിൽ നിന്ന് ആശങ്കപ്പെട്ട ആളുകൾ അതിനെ തിരുത്തി വളരെ സജീവമായി ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തിൻ്റെ പ്രചാരകരായി മാറുകയും ആഗോളാടിസ്ഥാനത്തിൽ ലോകത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തിൻ്റെ ലോക ചാമ്പ്യൻ ആയി കേരളം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അവിടം കൊണ്ട് അവസാനിക്കേണ്ട ഒന്നല്ല ആ പ്രക്രിയ എന്നതുകൊണ്ട് കൂടുതൽ ജനകീയവൽക്കരിക്കപ്പെടുകയും ഗ്രാസ് റൂട്ട് കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ റോൾ ഉണ്ടാവുകയും ചെയ്യുന്ന വിശാലാർത്ഥത്തിലുള്ള ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തിൻ്റെ ജനകീയ തലം രൂപപ്പെടുത്തുന്നതിലേക്ക് പോകാനാവണം. അതിൽ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ നജീബ് സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നതിനപ്പുറത്തേക്ക് പ്രൈവറ്റ് പബ്ലിക് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ ഒരു ഡിബേറ്റിൽ നിന്നാണ് അദ്ദേഹം ആ ആശയം ഇവിടെ പറഞ്ഞത്. ഞാൻ അന്നവിടെ സംസാരിച്ച വിഷയമാണ്. പ്രൈവറ്റ് പബ്ലിക് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്ന കാലത്താണ്. ഞാൻ പറയുന്നത് ഇൻഫ്രാ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ലാൻഡ് പ്രൈസ് വല്ലാതെ ഹൈക്ക് ചെയ്യപ്പെടുകയാണ്. ഈ ലാൻഡ് പ്രൈസിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചൊരു സംരംഭകൻ ചിന്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊരു റോള് നിർവഹിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ആ പേപ്പർ പ്രസൻറ്റേഷനിലേക്ക് ഞാൻ പോവുകയല്ല. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനൊപ്പം കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ദിശാമാറ്റത്തിലേക്ക് കേരളം ടൂറിസം മേഖലയിൽ മാറണം എന്ന നിർദ്ദേശം ഞാൻ ഈ സെമിനാർ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഇത് പിന്നീടുള്ള പോളിസി ഡെവലപ്മെൻറ്റിൽ അത് ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന്, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. നമ്മുടെ കേരളം ചരിത്രപരമായ 2 പ്രഖ്യാപനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച നടത്തി. ഒരൊറ്റ മീഡിയ പോലും കവർ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം വേറെയുണ്ട്. ഒന്ന്, ലോകത്താദ്യമായി ടൂറിസം മേഖലയിൽ ജെൻഡർ ഓഡിറ്റ് പൂർത്തിയാക്കിയ 20 കേന്ദ്രങ്ങൾ ജെൻഡർ ഓഡിറ്റ് പൂർത്തിയാക്കിയ സംസ്ഥാനമായി കേരളം മാറി. അത് ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസം പോളിസി എന്ന ഇൻക്ലൂസീവ് ടൂറിസം എന്ന കാഴ്ചപ്പാടിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമാണ്. UN-മായി ചേർന്നാണത് ഉണ്ടായത്. മറ്റൊന്ന്, ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസം പോളിസി കേരളം പ്രഖ്യാപിച്ചു. കേരളം അത് ഔപചാരികമായി പ്രഖ്യാപിച്ചു. അതിനപ്പുറത്ത് വനിതാ ടൂറിസം സംരംഭകർക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം കേരളം കൊണ്ടുവന്നു. ഇത് മൂന്നും ഞാൻ പറയുന്നത് 4% പലിശയിൽ
സംരംഭകർക്ക് ധനസഹായം കൊടുക്കുന്ന 4% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സംരംഭകർക്ക് ധനസഹായം കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രോസസ്സിനെ ശക്തിപ്പെടുത്താൻ പഠന കോൺഗ്രസ്സിന് കഴിയണം. ഈ 3 കാര്യങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിന് ലോക ചാമ്പ്യനായി മാറാൻ കഴിയുക. റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ അടുത്ത ഫേസിൽ, അല്ലെങ്കിൽ കേരളം നാം ആഗ്രഹിക്കുന്ന ജനകീയ വിനോദസഞ്ചാര പ്രവർത്തനത്തിൻ്റെ അടുത്ത ഫേസിൽ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ചാമ്പ്യനായി നിൽക്കാൻ കഴിയുന്നത് ഈ കാര്യങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹപ്രവർത്തക ശാലിനി സംരംഭകയാണ്. ശാലിനി അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ടൂറിസം മേഖലയിൽ സ്ത്രീപക്ഷ വികസനമെന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ കഴിയണം. സ്ത്രീകളെ ബെനിഫിഷ്യറീസ് ആക്കുക, എംപവർമെൻ്റ് എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ് ആക്കി മാറ്റുക എന്ന പ്രോസസ്സ് നാം കഴിഞ്ഞു. ആ പ്രോസസ്സിനെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലീഡർഷിപ്പ് കപ്പാസിറ്റിയിലേക്ക്, ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് ടൂറിസത്തിൽ വനിതകളെ കൊണ്ടുവരേണ്ടതുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് സാധ്യമായിട്ടുണ്ട്. കേരളത്തിൻ്റെ മറ്റ് പല മേഖലയിലും സാധ്യമായിട്ടുണ്ട്. പക്ഷേ വിനോദസഞ്ചാര മേഖലയിൽ എക്കാലത്തും വനിതാ പങ്കാളിത്തം കുറവായിരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി, സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ മുന്നേറ്റം ശാക്തീകരിക്കപ്പെട്ടു. ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന വനിതകൾ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ ഭാഗമായി, 1.5 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ആർടി മിഷൻ യൂണിറ്റുകളിൽ 80% വനിതകൾ നയിക്കുന്ന സംരംഭങ്ങളായി മാറി. ഏതാണ്ട് 1.5 ലക്ഷം വനിതകൾ കേരളത്തിനകത്ത് യാത്ര ചെയ്യുകയും 102 പുതിയ വനിതാ ട്രാവൽ ഏജൻസികൾ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും നേടാൻ കഴിഞ്ഞ നേട്ടമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണത് എടുത്തു പറഞ്ഞത്. ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മളിപ്പോൾ, ഞാനിവിടെ മറ്റൊരാശയം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നാം സോൺ വൈസ് ആയിട്ടുള്ള വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളം അതിദ്രുതം വളരുന്ന ടൂറിസം ഡെസ്റ്റിനേഷനാണ്. കേരളത്തിൻ്റെ സാധ്യതകളെ കേരളത്തിലെ ഏതെങ്കിലും 10-15 ടൂറിസം ഡെസ്റ്റിനേഷനുകളായി ചുരുക്കി കാണേണ്ട ഒന്നല്ല. കേരളത്തിൽ ഇന്ന് വരെ ടൂറിസം കേന്ദ്രമായി കാണാതിരുന്ന, കേൾക്കാതിരുന്ന വലിയ പറമ്പ എന്ന കാസർഗോഡ് പഞ്ചായത്ത് കേരള ടൂറിസത്തിൽ വലിയ ചരിത്രം എഴുതുകയാണ്. ഇപ്പോൾ മലബാറിലെ നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ, നിരവധി ഗ്രാമങ്ങൾ ടൂറിസം കേന്ദ്രമാവുകയാണ്. പെരുമ്പളത്തിൻ്റെ മുൻ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പെരുമ്പളം ഒരു പുതിയ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമാവുകയാണ്. കാന്തല്ലൂരിനെ നയിച്ചവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിരവധി ആളുകൾ. കാന്തല്ലൂർ ഇന്ത്യയിലെ ബെസ്റ്റ് ടൂറിസം വില്ലേജായി മാറിയിട്ടുണ്ട്. മാപ്പ് വലുതാവുകയാണ്, സോണുകളാവുകയല്ല വേണ്ടത്. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വിറ്റ്സർലൻഡിനെ മാർക്കറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ പേരിലാണ് എന്ന് പറയുന്നത് പോലെ, ശ്രീലങ്ക മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ആ രാജ്യത്തിൻ്റെ പേരിലാണെന്ന് പറയപ്പെടുന്നത് പോലെ, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന ബ്രാൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോഴും ഡെസ്റ്റിനേഷനുകളിലേക്ക് ചുരുങ്ങിപ്പോവാതെ കേരളത്തിൻ്റെ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന കേരളീയ ഗ്രാമങ്ങളെ നന്നായി മാർക്കറ്റ് ചെയ്യാനാവണം. ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ആ കാര്യത്തിൽ വലിയ മുന്നേറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ചരിത്രം പരമായി ഇവിടെ ആ കാര്യങ്ങളൊന്നും പറയുകയല്ല. ഓലമടയുന്ന സതിച്ചേച്ചിയെ ടൂറിസം മാർക്കറ്റിങ്ങിൻ്റെ കേന്ദ്രമാക്കി ഇവിടെ ഇരിക്കുന്ന ഓരോ വനിതകളും, ഇവിടെ ഈ വേദിയിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരുമായി നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സാധാരണക്കാരായ വനിതകൾ ടൂറിസത്തിൻ്റെ സജീവമായ മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് സാറ് പറഞ്ഞ കാര്യത്തോട് ഞാൻ പറയുന്നു, നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ ഏതാണ്ട് 3%, ഞാൻ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, വളരെ നോമിനൽ എമൗണ്ടാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ വന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ കേരളം മാർക്കറ്റിങ്ങിൽ കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ മാർക്കറ്റിംഗ് കേരള ടൂറിസത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയുന്ന മാർക്കറ്റിംഗായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കൂടുതൽ പണം അതിനാവശ്യമുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടതുണ്ട്. നാം ഈ സമീപകാലത്ത് നടത്തിയ ഒട്ടേറെ കോൺക്ലേവുകളുണ്ട്. ആ കോൺക്ലേവുകളെല്ലാം ഈ അർത്ഥത്തിൽ വിശാലമായി കേരളത്തെ ലോകത്തെ പരിചയപ്പെടുത്താൻ സഹായകരമായിട്ടുണ്ട് എന്നും ഞാൻ കരുതുന്നു. നമുക്ക് ഇനി കടന്നു പോകേണ്ട മേഖല, ഞാൻ ഈ കോൺഫറൻസിൻ്റെ മുമ്പാകെ ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആശയം, ലിവിങ് ഹെറിറ്റേജിനെ മാപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായി, ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറണം. ഞാൻ ഹിമാചൽ പ്രദേശിലും വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായിട്ടുള്ള ലെപ്ചാക്കയിലും എല്ലാം ഉള്ള ലിവിങ് ഹെറിറ്റേജ് മാപ്പിങ്ങിൻ്റെ പാർട്ടാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ്. ലിവിങ് ഹെറിറ്റേജിൻ്റെ വലിയ സാധ്യത, നമ്മുടെ പൈതൃകത്തെ മാർക്കറ്റ് ചെയ്യാനുള്ള വലിയ സാധ്യത കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിൽക്കുന്നുണ്ട്.
നിങ്ങളുടെ നാട്ടിലും നമ്മുടെ നാട്ടിലുമുള്ള എല്ലാ കാർഷിക അനുഭവങ്ങളും ടൂറിസമാണ്. നാം കേരളത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെടുത്ത ഒരു നിലപാട് അഗ്രി ടൂറിസത്തെ മാർക്കറ്റ് ചെയ്യുക എന്നതാണ്. 1583 പുതിയ അഗ്രി ടൂറിസം യൂണിറ്റുകൾ വന്നു. 38 ലക്ഷം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ മാത്രം കേരളത്തിൻ്റെ കാർഷിക യൂണിറ്റുകളിൽ, റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത യൂണിറ്റുകളിൽ ഈ 2025 സന്ദർശിച്ചതായി കണക്ക് വന്നു. വെറുതെ അവർ പറയുന്ന കണക്കല്ല, അവരെ എണ്ണം കുറച്ചേ പറഞ്ഞിട്ടുണ്ടാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാർഷിക വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാവണം. ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു. അത് ഞാൻ പ്ലാന്റേഷൻ ടൂറിസത്തെക്കുറിച്ച് മാത്രമല്ല സാർ പറയുന്നത്. ഞാൻ പറയുന്നത് നാം ഇവിടെ എടുത്ത സമീപനം 25 സെൻറ്റ് മുതൽ 10 ഏക്കർ വരെയുള്ള സെഗ്മെൻറ്റിനെ പ്രത്യേകമായി എടുത്ത് അഗ്രി ടൂറിസം വികസിപ്പിക്കുക എന്നതും അതിന് മുകളിലേക്ക് ഗ്രീൻ ഫാംസ് കേരള എന്ന ആശയത്തെ കൊണ്ടുവരിക എന്നതുമാണ് സക്സസ്ഫുള്ളായ ഇനിഷ്യേറ്റീവായി മാറുന്നു. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഓഡിറ്റിംഗ് ഒരു റിസോർട്ട് മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഫാം ടൂറിസം സെൻറ്ററിൽ നടപ്പാക്കാൻ ആകുമെന്ന് കാണിച്ചു കൊടുത്തത് കേരളത്തിലെ തനിമ എന്ന് പറയുന്ന ഫാമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡെസ്റ്റിനേഷനിൽ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കാർബൺ ഓഡിറ്റിംഗ് ആർട്ടിമിഷൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാർഷിക വിനോദസഞ്ചാരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനാവണം. ഷീ ടൂറിസം എന്ന പുതിയ പദ്ധതി ബഹുമാന്യനായ മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ സർക്കാർ ടൂറിസം വകുപ്പ് ആർട്ടിമിഷൻ വഴി ചെലവാക്കുന്ന പണമല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വയ്ക്കാനുള്ള അനുമതി കൊടുക്കാനാവണം. ഇതൊരു നയരൂപീകരണത്തിൻ്റെ ചർച്ചയാണെന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഷീ ടൂറിസം പദ്ധതിയിൽ ഷീ ടാക്സികൾ മാത്രമല്ല, അക്കോമഡേഷൻ യൂണിറ്റുകൾ മാത്രമല്ല, ഷീ എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അതിൽ വരുന്നു, ഷീ സ്റ്റാർട്ടപ്പുകൾ വരുന്നു. ഇത് ടൂറിസം മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് മാറ്റിവെക്കാൻ പറ്റുന്ന പ്രക്രിയയായി മാറ്റാനാവണം. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ടൂറിസത്തിൻ്റെ CBTയുടെ കേന്ദ്രമായി നമ്മുടെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകൾ ലോകത്ത് ഹിറ്റാണ്. ഞാൻ തൊട്ട് മുമ്പ് നടന്നൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കേരളത്തിൽ വന്നാൽ തെങ്ങിൻ്റെ മുകളിൽ കയറി സെൽഫി എടുക്കാം. സെൽഫി എടുക്കുമ്പോൾ 150 രൂപ കർഷകന് ഫീസ് കിട്ടും. സാധാരണക്കാരനായ ഒരു നാളികേര കർഷകന് വരുമാനം ഉണ്ടാവുകയാണ്. ഓലമടയുന്നതും തഴപ്പായ നെയ്യുന്നതും കാണാൻ കേരളത്തിൽ വരാം. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. വലിയ തോതിൽ CBT വളർന്നു കഴിഞ്ഞു. കേരളത്തിലെ എക്സ്പീരിയൻഷ്യൽ ടൂറിസം ശാഖ വളർന്നിരിക്കുന്നു. CBT ഹബ്ബുകൾ ഉണ്ടാവണം. കേരളത്തിൽ 50 CBT ഹബ്ബുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കേരളീയ ഗ്രാമങ്ങളെയാണ് ഫോക്കസ് ചെയ്യപ്പെടുക. അത് നമ്മുടെ ഗസ്റ്റിൻ്റെ ലെങ്ത് ഓഫ് സ്റ്റേയെ വർദ്ധിപ്പിക്കാനാവും. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാനാവും. തെയ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ തെയ്യത്തെ ക്യാപ്സൂളായി അവതരിപ്പിക്കുകയല്ല, തെയ്യം നടക്കുന്ന കാവുകളിൽ, തെയ്യം നടക്കുന്ന ഗ്രാമത്തിൽ പോയി കാണുകയാണ് വേണ്ടത് എന്ന മെസ്സേജ് കൃത്യമായി കേരളത്തിൽ സ്പ്രെഡ് ചെയ്യാനാവണം. കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇതൊരാശയമായി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. സാംസ്കാരിക ബ്രാൻഡിങ്ങും പ്രചരണവും അതിൻ്റെ ഭാഗമായി വരണം. ഒപ്പം ഹെറിറ്റേജ് കൺസർവേഷന് വേണ്ടി കേരള ടൂറിസത്തിന് ഒരു ഗവേണൻസ് സിസ്റ്റവും ഉണ്ടാവണം. ആർട്ടിമിഷൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്, പല ഏജൻസികൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഹെറിറ്റേജ് കൺസർവേഷൻ ഫണ്ടും മുന്നോട്ട് വയ്ക്കാനാവണം. കാർബൺ ന്യൂട്രൽ എന്നത് ഒരു സങ്കല്പമല്ല, കേരളം ബോധ്യപ്പെടുത്തുകയാണ്. കാർബൺ ന്യൂട്രൽ എന്ന ആശയത്തെ ടൂറിസത്തിൽ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനാവണം. മിയാവാക്കി പോലുള്ള 1000 മിയാവാക്കി ഫോറസ്റ്റുകൾ ജനകീയമായി ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന ടൂറിസം വകുപ്പാണ് അതിന് തുടക്കം കുറിച്ചത്. 10 മിയാവാക്കികൾ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കുമ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു. ആ കോലാഹലത്തിൽ തടഞ്ഞു വീഴുകയായിരുന്നില്ല. അതുകൊണ്ട് ജനങ്ങളത് ഏറ്റെടുത്തു. പക്ഷേ ഇതൊരു വലിയ ടൂറിസം സാധ്യതയാണ്. അപ്പോൾ കാർബൺ ന്യൂട്രൽ ലക്ഷ്യസ്ഥാനങ്ങൾ, കാർബൺ ന്യൂട്രൽ ഡെസ്റ്റിനേഷനുകൾ എന്ന ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാനാവണം. ഒപ്പം ഞാനിവിടെ ഗ്രീൻ ഡെസ്റ്റിനേഷൻ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ്. പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നു. സാർവദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാൻ. എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. 25 ലക്ഷം രൂപ കൊടുത്താൽ കേരളത്തിലെ ഇത്ര പ്രദേശങ്ങളെ, ഇന്ന പ്രദേശത്തെ, ഇന്ന ഗ്രാമത്തെ ഗ്രീൻ ഡെസ്റ്റിനേഷനായി സർട്ടിഫൈ ചെയ്യാം. കേരളത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. കേരളത്തിന് സ്വന്തം നിലയിൽ അതിന് പറ്റുന്ന അക്കാദമീഷ്യന്മാർ, അതിന് പറ്റുന്ന ആളുകൾ കേരളത്തിലുണ്ട്, അതിനുള്ള സ്കിൽ കേരളത്തിലുണ്ട്, അതിനുള്ള സ്വന്തമായ ക്ലാസിഫിക്കേഷൻ മെക്കാനിസം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനാവണം. ആ തരത്തിൽ കാർബൺ ന്യൂട്രാലിറ്റിയെ നമുക്ക് വികസിപ്പിക്കാനാവണം. ഒപ്പം കാർബൺ ഓഫ്സെറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാനാവണം. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം. ഞാൻ വളരെ വിശദമായി തയ്യാറാക്കിയിട്ടുള്ള മറ്റ് പ്രപ്പോസലുകളെല്ലാം ഇവിടെ വിഷയാവതാരകർക്കും സംഘാടകർക്കുമായി അത് പിന്നീട് നൽകാനാവും.
ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വിമൻ സെൻട്രിക് ആയിട്ടുള്ള ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസം പോളിസിയിലേക്കും വാട്ടർ റീജനറേഷൻ ആൻഡ് ഇക്കോസിസ്റ്റം റീജനറേഷൻ എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്ട്രീറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മളെടുത്ത കനാലുകളുടെ റിജുവനേഷൻ പ്രോഗ്രാം അത് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കാനായാൽ കേരളത്തിലെ എല്ലാ കനാലുകളിലും കയാക്കിംഗ് ആരംഭിക്കാനാവും, കൺട്രി ബോട്ട് റൈഡ് ആരംഭിക്കാനാവും. ഒരു മറവൻ തുരുത്തോ ഒരു വലിയ പറമ്പയോ മാത്രമല്ല മാതൃകയാവുക, മൺട്രോ തുരുത്തോ മാത്രമല്ല മാതൃകയാവുക, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളുടെയും സാധ്യതയാണ് എന്ന് നമുക്ക് അത് പറയാനാവണം, അങ്ങനെ അവതരിപ്പിക്കാനാവണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഈ കാര്യങ്ങൾക്കാകെ ഉണ്ടാവണം. നിലവിൽ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ തദ്ദേശീയ തലത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി ഡ്രിവനായിട്ടുള്ള ടൂറിസം പ്രവർത്തനങ്ങളും നേരത്തെ മോണിറ്റർ ചെയ്യപ്പെട്ടതുപോലെ അന്ന് തുടങ്ങി അതിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റും, അതേ ലെവലിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ കേരളത്തിലില്ല. ആ സിസ്റ്റം മിസ്സിംഗ് ആണ്. ആ സിസ്റ്റം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാവണം. എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം. വിമൻ ലെഡ് എൻ്റർപ്രൈസസ് ഉണ്ടാവണം. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇൻ ടൂറിസം നടത്തേണ്ട അത്യാവശ്യത്തിലേക്ക് കേരളം പോവുകയാണ്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ കേരളത്തിലുണ്ടാകാവുന്ന എല്ലാ ആൻറ്റി സോഷ്യൽ എലമെൻസിൻ്റെയും പ്രശ്നം ടൂറിസത്തിൻ്റെ തലയിൽ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമായും ആൻറ്റി സോഷ്യൽ എലമെൻസ് ഉണ്ടാകുന്നുവെന്നല്ല ഞാൻ പറഞ്ഞത്. ആൻറ്റി സോഷ്യൽ എലമെൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ലോകത്തെവിടെയുമുണ്ട്. ആ ആൻറ്റി സോഷ്യൽ എലമെൻസിനെ ടൂറിസവുമായി മാത്രം ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുമെന്നതുകൊണ്ട് നാം സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓൺ ടൂറിസം ആരംഭിക്കേണ്ട സമയം കേരളം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ടൂറിസം റിസോഴ്സ് മാപ്പിങ്ങിൻ്റെ സാധ്യത കേരളം നേരത്തെ ജനകീയമായി ഉപയോഗപ്പെടുത്തി അതിനെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മെക്കാനിസത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായി OTT പ്ലാറ്റ്ഫോമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയിലെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് കൂടി സംസാരിച്ച് പോവേണ്ടതുണ്ട്. ഓൺലൈൻ ട്രാവൽ ഏജൻസികളിലൂടെ അല്ലാത്ത ബുക്കിംഗ് സാധ്യമല്ലാതെ വരികയും അവിടെ മാൻ പവർ, ടൂർ ഓപ്പറേറ്റർമാർ, ട്രാവൽ ഏജൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നിടത്ത് 40% വരെ OTT പ്ലാറ്റ്ഫോമുകൾ കമ്മീഷൻ വാങ്ങുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. കേരളം ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസം കേരളത്തിൻ്റെതായി വികസിപ്പിക്കാനുള്ള സാധ്യത സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് ആലോചിക്കണം. ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. എനിക്കറിയാം ഇതിൻ്റെ ഭാഗമായി സംഘാടകരായി നിൽക്കുന്ന ആളുകൾ ഒരുപാട് സംസാരിച്ചു കൂടാ എന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഇത്രയും പേപ്പറുകളും ഇത്രയും കോൺസെപ്റ്റ് നോട്ടുകളും ഇതെല്ലാം ഞാൻ ഇവിടെ സംഘാടകരെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ശാലിനി മാഡത്തെ ക്ഷണിക്കുന്നു. നാലേകാലിന് ഹോള് മാറണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ ആകെ 5 മിനിറ്റ് എടുക്കുള്ളൂ. ഓക്കെ, എൻ്റെ പേര് ശാലിനി. ഞാൻ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ റിസോഴ്സ് പേഴ്സണുമാണ്, ഒപ്പം ഒരു സംരംഭകയും കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പോളിസിയുടെ പേപ്പേഴ്സൊക്കെ തന്നു. അതിനകത്ത് ഇപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിമൻ ഇൻ ടൂറിസം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. വേദിയിലോട്ട് ഇപ്പോൾ എല്ലാം ഒഴിഞ്ഞിരിക്കുന്നെങ്കിലും ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും വിമൻ കുറവാണ്, സ്ത്രീകൾ കുറവാണ്. എങ്കിലും കുറച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ടൂറിസം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നതെന്നുള്ളത് കൊണ്ട് സംസാരിക്കാനും ഇഷ്ടമാണ്. സത്യം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ റെസ്പോൺസിബിൾ ടൂറിസം അല്ലെങ്കിൽ ഈ റീജനറേറ്റീവ് ടൂറിസം ഇതെല്ലാം പറയുമ്പോഴും സ്ത്രീകളില്ലാത്ത ടൂറിസം ഭയങ്കര അപൂർണമായിട്ടുള്ളൊരു സ്ഥാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ സ്ത്രീകൾ മുൻനിർത്തി കാര്യങ്ങൾ നോക്കുന്ന ഒരു വീടിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തന്നെയാണ് സ്ത്രീകൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ടൂറിസം ഇൻഡസ്ട്രിയുടെ പെർഫെക്ഷനും വരിക. ഇപ്പോൾ നമ്മൾ ഈ കോറിഡോർ ടൂറിസത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു. എനിക്ക് എത്ര പേർക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. മെയിനായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസിലൊക്കെ ഈ ഓവർ ടൂറിസം വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന, അതായത് ആ ഒരു സ്ഥലത്തിന് അത് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ടൂറിസ്റ്റുകൾ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതും കേരളം പോലുള്ള എക്കോളജിക്കലി വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. അതിപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പാർട്ടായാലും നമ്മുടെ ബീച്ചസ് ആയാലും ഒക്കെ അവിടെയാണ് നമുക്ക് ഈ കോറിഡോർ ടൂറിസം ഭയങ്കരമായിട്ട് ഉപയോഗമുള്ളത്. അതായത്
നമ്മുടെ ഇടനാഴികൾ, നമ്മൾ പല പല ഡെസ്റ്റിനേഷൻസ്, നമുക്ക് ഈ യാത്രകൾ വരെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാവുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ മറയൂരത്തെ കാര്യം പറയാം. ഞാൻ മറയൂരാണ് എൻ്റെ ഹോം സ്റ്റേ വരുന്നത്. മൂന്നാറിൽ നിന്ന് മറയൂർ വരെയുള്ളൊരു യാത്ര പോലും ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാവുകയാണ്. അല്ലെങ്കിൽ മറയൂരിൽ നിന്ന് ചിന്നാർ വരെയുള്ള യാത്ര പോലും അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു കോറിഡോർ ടൂറിസം, ആ ഒരു കോറിഡോർ സമീപനത്തിന് സ്ത്രീകൾക്ക് ഒരുപാട് പങ്കുണ്ട്. അതായത് ഇടയിൽ സ്റ്റേകൾ, ചെറിയ റിഫ്രഷ് ഹോംസ്, അവർക്ക് എത്നിക് കുസീൻസ്, ഇങ്ങനെ പുറത്തു പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പോലും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ, അവരുടേതായൊരു വികസനം ഉണ്ടാക്കാൻ. സോ എന്താണ് വിമൻ ഇനീഷ്യേറ്റീവ് ടൂറിസം എന്ന് പറഞ്ഞാൽ? ഒരു എന്താ പറയുക, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയായി മാറുകയാണത്. അപ്പം ടൂറിസം ഒരു വ്യവസായം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം മാത്രമല്ല, ഒരു നാടിൻ്റെ, ഒരു വ്യക്തിയുടെ ഒക്കെ വികസനത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് മാറുന്ന ഒരു കാലമാണ് എൻ്റെ സങ്കല്പത്തിലെ ടൂറിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ടൂറിസത്തിനും അതിൻ്റെ ഭാഗമായിട്ടുള്ള റീജനറേറ്റീവ് ടൂറിസം, കമ്മ്യൂണിറ്റി ടൂറിസം, വില്ലേജ് ടൂറിസം, എക്സ്പീരിയൻഷ്യൽ ടൂറിസം, ഈ കോറിഡോർ സമീപനം, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് അതിനെ ബോറാക്കുന്നില്ല. ഏറ്റവും ഇവിടെ എനിക്കിപ്പോൾ പറയാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ലോക്കൽ പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോക്കൽ ഗവൺമെൻറ് ലെവലിൽ നിന്നുള്ള ആൾക്കാരാണ് ഒരുപാട് പേര്. കാന്തല്ലൂരിൽ നിന്ന് എനിക്ക് വളരെ സുപരിചിതനായ ആളുകളുണ്ട്. സോ ഈ പറയാനായിരിക്കുന്നത്, കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഓരോ ലോക്കൽ ഏരിയാസിൽ നിന്ന് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്കായിട്ടുള്ള ടൂറിസം മൂവ്മെൻ്റാണ് എല്ലാ സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. ഇനിയുള്ള പദ്ധതികളിൽ പലതും സ്ത്രീകളെ എയിം ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ മാത്രമാണ് ടൂറിസം നിങ്ങളുടെ നാട്ടിലേക്കും ഏറ്റവും നല്ല രീതിയിലെത്തുക. ഇതിനകത്ത് ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, നമ്മുടെ നാടിനെ നശിപ്പിക്കാതെ നമ്മുടെ നാടിനെ തനതായി നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ടൂറിസം വികസിപ്പിക്കാം എന്നതാണ്. കൂടുതൽ ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വരിക എന്നതിനേക്കാളുപരി ഉത്തരവാദിത്തമുള്ള ടൂറിസം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു കുറേ ടൂറിസ്റ്റ് വന്നു പോയാൽ നമ്മുടെ നാട് ചീത്താവാതെ എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ നശിച്ചു പോവാതെ എങ്ങനെ നോക്കാം, അതിനെ വീണ്ടും വൃത്തിയായി എങ്ങനെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം. നമ്മുടെ നാടിൻ്റെ തനതായ രീതികൾ, പാചക രീതികൾ, ജീവിത രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ നാടിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാവുമല്ലോ, മറയൂരുകാർക്ക് മറയൂർ ശർക്കര പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പുൽത്തൈലം ഉണ്ടാക്കുന്നതൊക്കെ പോലെ നമ്മുടെ തനതായിട്ടുള്ള സാധനത്തിനെ ബ്രാൻഡ് ചെയ്യുക. അതിന് ഈ വരുന്ന ടൂറിസ്റ്റുകളെ കൂടെ പങ്കാളികളാക്കിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷനും അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ കൂടെ ചെയ്യിക്കുക, നമ്മുടെ കൃഷികളിൽ അവരെ കൂടെ പങ്കാളികളാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഒരു എക്സ്പീരിയൻഷ്യൽ ടൂറിസം ശരിക്കും വളരുകയാണ്. ഇപ്പോൾ എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ കാലമാണ്. ഇന്ന് രാവിലെ സാറിനോട് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ ഫാനിട്ട മുറിക്കകത്തുനിന്ന് വേറൊരു ഹോട്ടലിൽ AC മുറി പോയി ഇരിക്കുന്നതല്ല ഇന്നത്തെ ടൂറിസം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഒരു പൂളൊക്കെ ഉള്ള റിസോർട്ടിൽ ബുക്ക് ചെയ്ത് അവിടെ പോയി കുറേ നേരം റൂമിലിരിക്കുക, പൊളിച്ചാടുക, വീണ്ടും ഇരിക്കുക, റിലാക്സ് ചെയ്യുക എന്നുള്ള പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആൾക്കാർ നാട് കാണാനും ആ നാടിനെ അറിയാനും അതിൻ്റെ ശരിക്കും അന്തസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ വരുന്നൊരു കാലമാണ്. ഈ കാലത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം നിങ്ങളിലും പലരും എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം കുറച്ച് കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. വെറുതെ ചിന്തിച്ചാൽ മനസ്സിലാവും. സ്ത്രീകളാണെങ്കിലും ശരി, കോവിഡിന് മുമ്പുള്ളതിനേക്കാളും കൂടുതൽ കോവിഡിന് ശേഷം യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് യാത്ര ചെയ്യാൻ ഭയമില്ലാതായിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ആയുസ് എപ്പോൾ തീരുന്നറിയില്ല. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങളങ്ങ് ചെയ്തേക്കാമെന്നില്ല ആ ഒരു ചിന്ത നമ്മളിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ച്, കാരണം അത്രയും കാലം വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. സോ അപ്പം ഞാൻ പറയുന്നത്, സ്ത്രീകൾ ഈ മേഖലയിലേക്ക് മുന്നോട്ട് വരണം. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടൂറിസം. അത് ലോക്കൽ പഞ്ചായത്തുകൾ ഇടപെട്ട് അതിനെ വികസിപ്പിച്ചെടുക്കാനും പറ്റണം. അതായത് ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു 5 ഷീ സ്റ്റേ എങ്കിലും ഉണ്ടാവണം. ഒരു 5 വീടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീക്കാണെങ്കിൽ പോലും ഏത് സമയത്തും വന്ന് ചെക്ക് ഇൻ ചെയ്ത് താമസിക്കാൻ, സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്നൊരു ഇടമായിട്ട് മാറണം. എനിക്ക് തോന്നുന്നു ഉണ്ട് ആക്റ്റീവാണ്. എനിക്ക് അനുവദിച്ച സമയം ഇനി ഒരു 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഒരുപാട് ടേംസ് നമ്മൾ പറഞ്ഞു. റീജനറേറ്റീവ്, ഉത്തരവാദിത്ത ടൂറിസം, കോറിഡോർ സമീപനം, അങ്ങനെയൊക്കെ. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും കാര്യമില്ല കേട്ടോ. ആത്യന്തികമായിട്ട് നമ്മളെ നാടിനെ അറിയാൻ വരുന്ന ഒരാളെ ആ നാട് കണ്ട് കൊതിച്ച് അവിടെ ജീവിക്കാൻ തോന്നുന്ന വിധത്തിൽ അവരെ എന്താ പറയുക, അവർക്ക് നമ്മളെ നാടിനെ മനസ്സിലാക്കി കൊടുത്ത് വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം തന്നെ ഒരു
ഉൾഗ്രാമങ്ങളിലേക്ക് വരുന്നത്, ഞാൻ ഇന്നും പറഞ്ഞു, അതായത് ഉൾഗ്രാമങ്ങൾ അല്ലെങ്കിൽ നേച്ചർ ഏറ്റവും പ്യുവറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാൻറ്റസിയേക്കാളേറെ അവിടെ വരുന്ന ടൂറിസ്റ്റിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കണം. അവർക്ക് നല്ല ഹോസ്പിറ്റൽ സൗകര്യം, നല്ല റോഡുകൾ, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അവിടെ വന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമ്മൾ തന്നെ ഒരുക്കുകയും വേണം. പിന്നെ എഗെയിൻ പറയുകയാണ്, സ്ത്രീകളില്ലാത്ത ടൂറിസം അപൂർണമാണ്, അന്നും ഇന്നും എപ്പോഴും. സോ കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരണം. കുറച്ച് നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസം ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വിമൻ ഇനീഷ്യേറ്റീവ് ടൂറിസം എന്ന് പറഞ്ഞ് തന്നെ, ഇപ്പോൾ സാറ് പറഞ്ഞ കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്രയോ സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ ടൂർ ഓപ്പറേറ്ററായിട്ട്, ഹോം സ്റ്റേ ഓണേഴ്സായിട്ട്, അല്ലെങ്കിൽ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ ജോലി ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട് ഭയമില്ലാതെ. പണ്ടത്തെ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ ഭയത്തോടെ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് വീണ്ടും ഒരുപാട് പേര് വരിക, ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക, ഈ ഇൻഡസ്ട്രിക്ക് കൂടുതൽ മുന്നോട്ട് പോകാനും അതുവഴി നമ്മുടെ നാട് കുറച്ചും കൂടി പുരോഗമിക്കാനും ഒക്കെ നിങ്ങൾ ഭാഗമാകുക. ഓക്കെ, താങ്ക് യു മാഡം. സംരംഭകനായ വിമൽ റോയിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 3 മിനിറ്റ് സമയം കൂടി മാത്രമാണ് ഈ സെഷൻ അവസാനിപ്പിക്കാനുള്ളത്. ഇനി പറയുവാൻ എന്തുണ്ട് വേറെ എന്നുള്ളതും, ഒപ്പം ഈ പറഞ്ഞ പോലെ കേരള ടൂറിസത്തിൻ്റെ സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ചർച്ചയുടെ ഭാഗമായി ഇവിടെ വരികയും, ഒപ്പം ഇനി മുന്നോട്ട് അല്ലെങ്കിൽ കേരള ടൂറിസത്തിൻ്റെ വിനോദസഞ്ചാരത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഭാവി എന്താണ് എന്നതിനെപ്പറ്റി ഉള്ള ഗംഭീരമായ ചർച്ചകളും ചില പ്രപ്പോസലുകളും ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇനി ഞാൻ എന്തു പറയും എന്ന ഒരാശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ വർത്തമാനം ഔചിത്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. പറഞ്ഞു വരുമ്പോൾ അധ്യക്ഷൻ പറഞ്ഞവസാനിപ്പിച്ചതൊരു കേരള ടൂറിസത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരം, ഒരു ഹോസ്പിറ്റാലിറ്റി സംസ്കാരം അല്ലെങ്കിൽ ആതിഥേയ സംസ്കാരം എന്ന് പറയുന്ന ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത്, നേരത്തെ രൂപേഷ് സഖാവ് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളം ഒരു ബ്രാൻഡ് എന്ന നിലയിൽ അതിനെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നാടിൻ്റെ ആകെ കൾച്ചറാക്കി ആ ഹോസ്പിറ്റാലിറ്റി കൾച്ചർ മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെയൊക്കെ ടൂറിസം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, അതായത് ഹോം സ്റ്റേകളായിക്കോട്ടെ, ഹോട്ടലുകളായിക്കോട്ടെ, റിസോർട്ടുകളായിക്കോട്ടെ, ഹൗസ് ബോട്ടുകളായിക്കോട്ടെ, അത്തരത്തിൽ കേരളത്തിൽ പലയിടത്തും അങ്ങനെയുള്ള ടൂറിസം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് ഒരതിഥി കടന്നു വരുന്ന സമയത്ത് അവനെ സ്വാഗതം ചെയ്യുന്നതും അവനെ സ്വീകരിക്കുന്നതും അവനെ പരിപാലിക്കുന്നതുമൊക്കെ ഒരു കൾച്ചറാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹോസ്പിറ്റാലിറ്റി കൾച്ചർ അല്ലെങ്കിൽ ആതിഥേയ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു സിസ്റ്റം, അതൊരു SOPയുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ പോലും അതൊരു കൾച്ചറായി മാറുകയും ആ കൾച്ചർ മെല്ലെ ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്തു നിന്നും പുറത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയും, അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം ആ കൾച്ചർ ചെല്ലുന്നത് ഓട്ടോ ടാക്സി ഡ്രൈവർമാരിലേക്ക്, അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സഹോദരങ്ങളിലേക്കായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവരിലും ആ ഒരു കൾച്ചർ ഉണ്ടായി വരികയും പിന്നീട് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആ ഒരു കൾച്ചർ ഉണ്ടായി വരികയും പിന്നീട് അത് പ്രാദേശികമായി ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ആകെ കൾച്ചറായി മാറുകയും ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആതിഥേയ സംസ്കാരം എന്ന് പറയുന്നത്. അത് പല ഡെസ്റ്റിനേഷനുകളിലുമുണ്ട്. തേക്കടി പോലുള്ള ഡെസ്റ്റിനേഷനുകളിൽ ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. കുമരകം പോലെയുള്ള ഡെസ്റ്റിനേഷനുകളിൽ ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. എന്നാൽ മൂന്നാർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരല്പം പോലും അത് നടക്കാത്തതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ എന്താണ് എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു പ്രദേശത്തിൻ്റെ ആകെ കൾച്ചറായി മാറുവാനും അതൊരു സംസ്ഥാനത്തിൻ്റെ ആകെ കൾച്ചറായി മാറുവാനുള്ള ക്യാമ്പയിനുകൾ, ജനങ്ങളെ അതിൻ്റെ അത്തരത്തിൽ അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോളിസി ഉണ്ടാകുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുകയും അതൊരു പോളിസിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരു രീതി ഗവൺമെൻറ്റിൻ്റെ തുടർന്നുള്ള ടൂറിസം
പ്ലാനുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കൂടുതൽ നമ്മുടെ ഈ പറയുന്ന സംസ്കാരം കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞാൽ, ഒരു ഹോട്ടലിലേക്ക്, ഒരു റിസോർട്ടിലേക്ക് ഒരു ഗസ്റ്റ് കടന്നു വരുന്ന സമയത്ത് ചിരിച്ച മുഖത്തോടുകൂടി നിരന്ന് നിന്ന് കൈകൂപ്പിക്കൊണ്ടവരെ സ്വീകരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ട് കൊടുത്തോ ഒരു പൂ കൊടുത്തോ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ചെണ്ടമേളം മുഴക്കിക്കൊണ്ട് സ്വീകരിക്കുന്ന രീതിയുണ്ട്. പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് സ്വീകരിക്കുന്ന രീതിയുണ്ട്. അത്തരത്തിൽ വരുന്ന ഒരു ഗസ്റ്റ്, അതിഥി ദൈവതുല്യനായി കാണുന്ന ഒരു രീതിയാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ ടാഗ് ലൈനായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ആ ടാഗ് ലൈനെ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുവാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകുകയും അതൊരു നാടിൻ്റെ ആകെ സംസ്കാരമാക്കി മാറ്റുകയും ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ ടൂറിസം പോളിസിയുടെ ഭാഗമായി ഉണ്ടാകുകയും അങ്ങനെ ഈ ടാഗ് ലൈനിൽ പറഞ്ഞിരിക്കുന്നതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതിഥി ദേവോ ഭവ എന്നുള്ളതും ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ് എന്നുള്ളതിനെയും കുറച്ചും കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ മലേഷ്യ പോലെ, ശ്രീലങ്ക പോലെ, തായ്ലൻഡ് പോലെ നമുക്കാകെ ഒരു ടൂറിസം കൾച്ചർ, ഒരു സംസ്കാരം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റായി മാറും എന്ന് മാത്രം. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും ഇവിടെ പരാമർശിച്ചതായതുകൊണ്ട് തന്നെ അതുമാത്രം പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ. ഇനി ഓപ്പൺ ഡിസ്കഷനാണ്. ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ചോദ്യം ഡയസിൽ നിന്നുള്ള അതിൻ്റെ മറുപടി എന്ന നിലയിലല്ല. ഇവിടെ അവതരിപ്പിച്ച വിഷയം, ആ വിഷയത്തിന്മേൽ നിങ്ങൾക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക എന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കണം നടക്കേണ്ടത്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതല്ല, ഇപ്പോൾ തന്നെ 3 പേർ എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതി തന്നാലും നിങ്ങളുടെ പോയിന്റുകൾ ഒരു കാരണവശാലും വിട്ടുപോകാതെ പഠന കോൺഗ്രസിൻ്റെ ഭാഗമാക്കും എന്നും അറിയിക്കുകയാണ്.
സംബന്ധിച്ചിട്ട് കാര്യമായ രൂപത്തിലേക്കുള്ള ഒരു അവതരണം ഒന്നിനും പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ബേസിക് ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എത്ര ടൂറിസത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമുണ്ടാവില്ല. ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്ത ഡോക്ടർ മനോജ് കുമാർ കിന്നോട്. എൻ്റെ പേര് കർമ്മചന്ദ്രനാണ്. മുസ്ലിം ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ 2 മുൻ MD-മാർ ഇവിടെ ഉണ്ട്. ഒന്ന് പേപ്പർ പ്രസൻറ്റ് ചെയ്ത ഡോക്ടർ മനോജ് കുമാർ കിണി തന്നെയാണ്. പിന്നെ മിസ്റ്റർ നൗഷാദ് ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പേപ്പർ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഈ ഹെറിറ്റേജ് ടൂറിസം പ്രൊമോഷനെ പറ്റി 3 പേര് പരാമർശിച്ചു. അപ്പോൾ അത് കുറേ കൂടെ എംഫാറ്റിക്കായിട്ട് ആ മേഖലയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം എന്ന് മാത്രം ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്.